ഹായ് ഫ്രണ്ട്സ്, ഇയാളെൻ്റെ ബട്ടർഫ്ലൈ, ഇയാളാണ് എൻ്റെ തമ്പുരു കേട്ടോ. ഞാൻ ബട്ടർഫ്ലൈ ആൻഡ് തമ്പുരു എന്നുള്ള പേരിലാണ് എൻ്റെ മക്കളുടെ ഈ പേരിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ മക്കൾക്ക് ഈ ചെറുപ്പം മുതൽ തന്നെ, അതായത് ഇപ്പോൾ ഇയാളിപ്പോഴത്തെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കായി, ഇയാളെ തമ്പുരുവിനെ LKG ചേർക്കണം, 4 വയസ്സായി. പക്ഷേ എങ്കിലും ഈ ചെറുപ്പം മുതൽ തന്നെ ഇവർ ഏകദേശം ഒരു 2 വയസ്സായപ്പോൾ മുതൽ തന്നെ ഞാൻ മക്കൾക്ക് ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കും. അതായത് നമ്മുടെ നാട്ടിനെ കുറിച്ചും നമ്മുടെ കേരളം, ഇന്ത്യ എന്താണ്, അതിനെക്കുറിച്ച് ഒരുപാടല്ല എങ്കിലും അത്യാവശ്യം ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ 2 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളും കാണാതെ പറയും. 2 മക്കളും കേരളത്തിലെ 14 ജില്ലകളും കാണാതെ പറയും. അപ്പം ഞാൻ ഇന്നലെ വേറൊന്നുമല്ല, ഞാൻ അത്യാവശ്യം ഞാൻ എന്താ പറയുക, ഇങ്ങനെ PSC കുറേ GK ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഈ നോക്കുന്ന സമയത്ത് ഞാൻ കുറേ നോട്ട്സൊക്കെ ഞാൻ എങ്ങനെയും പ്രിപ്പയർ ചെയ്യും. നമ്മൾ വായിച്ചാൽ മാത്രം പോരല്ലോ, കുറച്ച് നോട്ട്സും കൂടി എഴുതിയാലേ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി അറിയുള്ളൂ എന്നുള്ള ബേസിൽ ഞാൻ ഇന്നലെ കുറേ നോട്ട്സൊക്കെ എഴുതിയായിരുന്നു. നമ്മുടെ സയൻസ് അല്ലേ, കുറേ സയൻറ്റിഫിക് നെയിം എഴുതിയായിരുന്നു. എഴുതുന്ന സമയത്താണ് എൻ്റെ മോളെൻ്റെ അടുത്ത് വന്നിരുന്നത്, തമ്പുരു കേട്ടോ. എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അമ്മ എന്താ എഴുതുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ശാസ്ത്രീയ നാമങ്ങളാണ് സ്വത്ത് എഴുതുന്നു പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. കുട്ടിക്ക് എഴുതാനൊന്നും വായിക്കാനൊന്നും അറിയുന്നില്ല, അത്യാവശ്യം അക്ഷരം അറിയാം. ആ, റ, ത, പ, വ, അങ്ങനെ ഒരു കുഞ്ഞു ലെറ്റർ മാത്രം അത്യാവശ്യം അറിയാം. പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ അത് കേട്ട് പറയുക, അല്ലാതെ ഇപ്പോൾ കുട്ടികൾക്ക് കൂട്ടി വായിക്കാനൊന്നും എൻ്റെ മോള് തുടങ്ങിയിട്ടില്ല. ഇപ്രാവശ്യം LKG ചേർത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സയൻറ്റിഫിക് നെയിം ഓരോന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മോള് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. സ്വത്തൂട്ടെ, അമ്മ നല്ല കുറേ ശാസ്ത്രീയ നാമങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? അല്ല, മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്ട? മാങ്ങയുടെ മാഞ്ചിഫറ ഇൻഡിക്ക. തെങ്ങിൻ്റെയോ? കൊക്കോസ് ന്യൂസിഫറ. കണിക്കൊന്നിൻ്റെയോ? കണിക്കൊന്നിൻ്റെ എന്താ പറഞ്ഞത്? കാസിയ എന്താണ്? കാസിയ ഫിസ്റ്റുല. നെല്ലിൻ്റെയോ? നെല്ലിൻ്റെ എന്താ പറഞ്ഞത് നമ്മ ഇന്നലെ? എന്താണ്? ഒറൈസ സറ്റൈവ. കറ്റാർവാഴയുടെയോ? അലോവേര. പിന്നെ കേരളത്തിലെ കേരളത്തിനെ കുറിച്ചും ജില്ലേനെ കുറിച്ചൊക്കെ അമ്മ ഓരോന്നും പറഞ്ഞു തന്നിട്ടില്ലേ സ്വത്തു? നമ്മുടെ ജില്ല ഏതാടാ? പാലക്കാട്. നമ്മുടെ സംസ്ഥാനമോ? കേരളം. നമ്മുടെ രാജ്യമോ? ഇന്ത്യ. നമ്മുടെ പ്രധാനമന്ത്രിയോ? മോദിയുടെ മുഴുവൻ പേരെന്താണ്ട? നരേന്ദ്രമോദി. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാടാ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? നെഹ്റു പറഞ്ഞിട്ട് തൊപ്പിയിട്ടുള്ള ഒരു അപ്പൂപ്പൻ നെഹ്റു പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ പിറന്നാൾ എപ്പോഴാണ്? ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ നഴ്സറി സ്കൂളിലൊക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചില്ലേ? ടീച്ചറ് നമ്മൾ വെള്ള ഉടുപ്പൊക്കെ ടീച്ചർ ഇട്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ആഘോഷിച്ചില്ലേ? നെഹ്റുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിച്ചില്ലേ? എന്താണ്, ഏത് ദിവസമായിരുന്നു നെഹ്റുവിൻ്റെ പിറന്നാൾ? നവംബർ 14. ഇപ്പോൾ ചേച്ചി ഹെൽപ്പ് ചെയ്തു പോകുന്നു അല്ലേ? നവംബർ 14 എന്നാ? ശരി. നെഹ്റുവിനെ നമ്മൾ എന്താ വിശേഷിപ്പിക്കുന്നത്? ചാച്ചാജി. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. നമ്മുടെ ഇപ്പോഴത്തെ MP ആരാണ്? നമ്മുടെ MP ആരാണ്? നമ്മുടെ MP ആരാണ്? രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് ജയിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? കോഴിക്കോട്. അത് രമ്യ ഹരിദാസിന്റെ വീടല്ലേ, കോഴിക്കോട്. രമ്യ ഹരിദാസ് ജയിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? എന്താണ്? ആലത്തൂര്. വെരി ഗുഡ്. നമുക്ക് അത്യാവശ്യം പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ സംസ്ഥാനമാണ്, നമ്മുടെ സംസ്ഥാനം അതാണ്
നമ്മുടെ ജില്ല പാലക്കാട്, നമ്മുടെ സംസ്ഥാനമോ കേരളം മറ്റും അറിയില്ലേ? നമ്മുടെ സംസ്ഥാനം എന്താണ്? നമ്മുടെ സംസ്ഥാനം അറിയില്ലേ? കേരളം. കേരളം. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14. ആ ജില്ലകളൊക്കെ ഒന്ന് പറയോ കുഞ്ഞാ? ആ ജില്ലകളൊക്കെ ഒന്ന് പറയടാ. ജില്ലകൾ പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. ഓർഡർ ആയിട്ട് പറ. കോട്ടയം, അങ്ങനെ ഓർഡർ ആയിട്ട് പറ. എറണാകുളം. പിന്നെയോ? എറണാകുളം കഴിഞ്ഞ് എന്താണ്? അല്ല, ട്രിവാൻഡ്രം ഒക്കെ പറഞ്ഞു. ചേച്ചി വെറുതെ ഓരോന്ന് ഒപ്പിക്കുകയാണ്. എറണാകുളം കഴിഞ്ഞ് എന്താണ്? തൃശ്ശൂർ. തൃശ്ശൂർ കഴിഞ്ഞ് എന്താണ്? പാലക്കാട്. പാലക്കാട് കഴിഞ്ഞാലോ എന്താണ്? മലപ്പുറം. മലപ്പുറം കഴിഞ്ഞ് എന്താണ്? കോഴിക്കോട്. വയനാട്. കണ്ണൂര്. കാസർഗോഡ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14 ജില്ലയുണ്ട് അല്ലേ? 14 ജില്ല. 14 ജില്ല. ശരി. ഇത്രയും അത്യാവശ്യം ജീവിക്കൊക്കെ എൻ്റെ മുത്ത് പറഞ്ഞു. ഓക്കെ, താങ്ക്സ്. ടാറ്റാ പറ. ബൈ, സീ യു. സപ്പോർട്ട്.